ഇന്ന് നമുക്ക് രുചികരമായ ഏത്തയ്ക്ക പച്ചടി തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു പഴുത്ത ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എരിവിൻ്റെ അനുസരിച്ച് 3-4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഒരു മൺചട്ടിയിൽ ഏത്തയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കഷ്ണം വേവാൻ പാകത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായി കഷ്ണം വേവിച്ചെടുക്കുക. കഷ്ണം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായി 1/4 കപ്പ് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ കടുകുമാണ് നമ്മൾ എടുക്കുന്നത്. തേങ്ങ നന്നായി അരച്ചെടുക്കുക. കല്ലിലോ മിക്സിയിലോ അരയ്ക്കാം, പക്ഷേ കടുക് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഇത് അരപ്പിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ തന്നെ ഇട്ട് നന്നായി ഉടച്ച് ചേർത്ത് എടുക്കുക. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് ചേർക്കാവൂ. നന്നായി തണുത്തതിന് ശേഷം ആ കഷ്ണം നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ തൈര് അതിലേക്ക് ചേർക്കുക. ഏകദേശം 1 ബൗളോളം തൈരാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഉപ്പും തൈര് ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇതിനുശേഷം നമുക്ക് അതിലേക്ക് കടുക് വറക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിക്കുക. ഇത് പച്ചടിയിലേക്ക് ചേർക്കുക. ഇങ്ങനെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഏത്തയ്ക്ക പച്ചടി നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.